അത് ചിദ്ദു ബ്രോ ആക്ച്വലി ഭയങ്കര ഡീറ്റെയിലിങ്ങും ക്വാളിറ്റിയുടെ ഒരാളാണ് ചിദംബരം ആക്ച്വലി. അപ്പം പുള്ളി നമുക്ക്, അതായത് പുള്ളി നമ്മളോട് ആവശ്യപ്പെട്ടെന്ന് വെച്ചാൽ പുള്ളിക്കും ഉണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടം ഉണ്ട്. പക്ഷെ എല്ലാവരും ഈ പറയുന്ന പോലെ കാലഘട്ടം എങ്ങനെ അഡാപ്റ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പഴമോ ഉണ്ട് എന്ന് പറയുന്ന പരിപാടിയാണ്. അപ്പം ആള് ശരിക്കും ഇങ്ങനെ ഒരു സജഷൻ പോലെ നമുക്ക് ക്യാമറ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാലെന്നൊക്കെ. അങ്ങനെയാണ് നിക്കോന്റെ ആ കാലഘട്ടത്തിലുള്ള ഒരു ക്യാമറയിൽ നമ്മൾ ഫോട്ടോസ് എടുത്ത് ആ ഫിലിമിൽ വരുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ആ ഔട്ട്പുട്ടിന്റെ ടോണാണ് ആക്ച്വലി ആ മൊത്തം പോസ്റ്ററിലുള്ളത്. അപ്പൊ അവരെല്ലാവരും ചായക്കടയിൽ ചായ കുടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബാൽക്കണിയിൽ അവരെല്ലാവരും നിൽക്കും. ആ ഫോട്ടോസിന്റെ ഒക്കെ ടോണിങ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും, കോമ്പോസിഷൻസും അലൈൻമെന്റും ബാലൻസും എല്ലാം ആ ക്യാമറയിൽ നമ്മളൊരു ഫോട്ടോ ഔട്ട്പുട്ട് എങ്ങനെ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒറ്റ സ്റ്റില്ലാണ്, അത് ഒറ്റ സ്റ്റില് മാനിപ്പുലേഷനാണ്. നമ്മൾ കണ്ടിരിക്കുമ്പോ ഇതിലെന്ത് പ്രത്യേകിച്ച് ഒരു ഫോട്ടോ എടുത്ത് കളർ ഗ്രേഡ് ചെയ്ത് തന്നിരിക്കുന്നു അല്ല, അതിലിരുന്ന് പലരും ഇത്രയും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ചിലത് കണ്ണടച്ചു, ചിലർ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ടാവും. അതിനൊക്കെ നേരെയാക്കി അതിനൊരു ഫ്രെയിമിലേക്കാക്കി കറക്റ്റായിട്ട് നമുക്കത് മഞ്ഞുവൽ വോയിസ് എന്ന് വായിക്കണം, താഴെ ക്രെഡിറ്റ്സ് അലൈൻ ചെയ്യണം. അത്തരം കാര്യങ്ങളിലൊക്കെ ബ്രില്യൻസ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ ബ്രില്യൻസ് ആയിട്ടുള്ള പിന്നെ നമ്മുടെ സഹോദരങ്ങൾ ഇരുന്ന് കിടുക്കനായിട്ടൊക്കെ ചെയ്ത് നല്ല സിനിമ ആയതുകൊണ്ട് അതിന് നല്ല റീച്ചായി. നല്ല സിനിമകൾ റീച്ച് ആകുമ്പോൾ അതിനൊപ്പം ഞങ്ങളും റീച്ച് ആവും.